ഹലോ! എല്ലാവർക്കും ശിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്ന് നമ്മളുണ്ടല്ലോ കൂന്തൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കൂന്തൽ വെച്ചിട്ട് ഒരു തോരൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാട്ടാ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. മാത്രമല്ല കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്ടോ അത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ദേ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കൂന്തലൊക്കെ നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ തലയൊന്നും എടുത്തിട്ടില്ല. ഇതേപോലെ നമ്മളിങ്ങനെ അരിഞ്ഞ് നീളത്തിലാക്കി അരിഞ്ഞ് വെച്ചെടുക്കണതാട്ടാ. ഇനി ഇതിനെ നമുക്കൊന്ന് വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ തോരൻ തയ്യാറാക്കാനാണല്ലോ. അപ്പോൾ ഇതിനതേ ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഈ ഓരോന്ന് എടുത്തിട്ട് ഇതേപോലെ വളരെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനി എല്ലാതും അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കൂന്തളൊക്കെ ഇവിടെ എല്ലാതും ഒരേപോലെ നമ്മൾ അരിഞ്ഞൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഉണ്ടല്ലോ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇതെല്ലാതും ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും ഈ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ വേകാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3-4 വിസിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പോൾ ചെറുള്ളി ഉണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലുണ്ടല്ലോ ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറുള്ളി ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നാലാണ് അതൊന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അരയാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ വറ്റൽമുളക്. അപ്പോൾ ഞാനിവിടെ ഒരു 3 വറ്റൽമുളകാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമ്മുടെ കൂന്തളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ നന്നായിട്ട് തന്നെ വെന്ത് കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വരാനായിട്ട് പെട്ടെന്ന് തന്നെ വഴണ്ടി വരാൻ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഈ കളറൊക്കെ ഇതേപോലെ മാറി നന്നായിട്ട് തന്നെ മൂത്ത് പാകമായിട്ട് വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, അപ്പോൾ അത് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ കൂന്തൽ വേവിച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, അപ്പം അതുകൊണ്ട്. പിന്നെ മുളക് പൊടിയും അതും ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ അതിന് ശേഷം ഇതിലേക്ക് നാളികേരം ചെരുകിയത്, അപ്പോൾ ഇതൊരു 1/2 കപ്പ് നാളികേരം ചെരുകിയതുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആ നാളികേരത്തിലും പിടിക്കത്തക്ക രീതിയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കൂന്തളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, വേവിച്ച വെള്ളം. അത് വളരെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. മാത്രമല്ല ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് കൂടി അതിൽ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ തോരന് അടിപൊളി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ. ചിലർക്ക് നല്ല ഇഷ്ടമുണ്ടായിരിക്കും, ചിലർക്ക് അത്ര ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൂന്തൽ തോരൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു രുചികരമായിട്ടുള്ളൊരു തോരനാണല്ലോ ഇത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ മീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.